കഴിഞ്ഞ 2-3 ദിവസമായിട്ടേ വണ്ടിയും കൊണ്ട് തന്നെയല്ല ഇറക്കം. അപ്പോൾ നിറച്ച് ചെളിയാ. അപ്പോൾ അതൊക്കെ തുടയ്ക്കണതിൻ്റെ ഇടയിൽ അച്ഛൻ പോയിട്ട് നല്ല ചിക്കൻ അങ്ങ് മേടിച്ചു വന്നിട്ടുണ്ട്. നല്ല ചിക്കനൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ഉണ്ടാക്കണം. അപ്പോൾ അമ്മ എടുത്ത് വെച്ചിട്ട് നമുക്ക് ചിക്കൻ്റെ റെസിപ്പി ഒന്ന് മേടിച്ചാലോ? അപ്പോൾ ഇന്നത്തെ ഡേ അങ്ങനെ ആവട്ടെ. ഇന്നത്തെ പ്ലാൻ അതാണ്. അമ്മയുടെ വക നല്ല സൂപ്പർ എരിവുള്ള ചിക്കൻ കറി. ഓക്കെ, ഒരുമിച്ച് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് നേരെ പോയി ഉണ്ടാക്കിയാരാ? പിന്നെ ഈ ചീനച്ചട്ടിയാണോ? ഇതിനെന്താ കുഴപ്പം? നല്ല കരിഞ്ഞിരിക്കുന്ന ചീനച്ചട്ടി. എന്നിട്ട് ടൈം എടുക്കുക. അങ്ങനെ ആവട്ടെ. ഇനി സവാള അരിയാനുണ്ട്, സാധനങ്ങളൊക്കെ അരിയാനില്ലേ? അതൊക്കെ ഇതിന് ആരോ അന്നെ. ശരി ശരി ശരി, അമ്മേനെ കേട്ടല്ല. ഒരാൾ ഇതേ പണി വന്നിട്ട് അവിടെ പോയി വറുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ നേരത്തെ വിളിക്കാൻ പറഞ്ഞ കേട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഇങ്ങനെ തന്നെ. സവാള അരിയാൻ എക്സ്പേർട്ടാണ്, ബാക്കിയൊന്നും അറിഞ്ഞില്ലെങ്കിലും ഈ പണി മാത്രം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ അറിയാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ്, നോർമൽ ചിക്കൻ കറി. നല്ല സ്പൈസി, നല്ല സെറ്റായിട്ടുള്ള ചിക്കൻ കറി ആയിരിക്കും. അപ്പോൾ അതിനോടുള്ള ചിക്കൻ അമ്മ വറുത്ത് വെച്ചിട്ട് കുറച്ച് വറക്കും, ഒരു മീഡിയം ലെവലിൽ വറക്കും. എന്നിട്ട് മാറ്റി വെച്ച് ബാക്കി കറിയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ചിക്കനിട്ട് മിക്സ് ചെയ്ത് ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി കൂടെ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞു തുടങ്ങട്ടെ. ഞാൻ നൈസായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാം. ഓക്കെ ഓക്കെ. ഇത് കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കൈ ഇങ്ങനെ കട്ട് ചെയ്യില്ലേ, ഈ വിരൽ നേരെ ഒരിക്കലും ഇരിക്കരുത്. നേരെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഫുള്ള് കണ്ടിച്ച് ഒരു അലങ്കോലമായി പോകും. കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ക്ലോ പോലെ ആക്കി പിടിക്കുക. ഈ ക്ലോ പോലെ ആക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ നഖത്തി കൊള്ളതിന് പകരം ഇതാകുമ്പോഴത്തേക്കും ഇങ്ങനെ കൊള്ളില്ല. ഉണ്ടോ, ഇങ്ങനെ റബ്ബായി പൊക്കോളും. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക, ഇതിൻ്റെ മുകളിലോട്ട് പോകരുത്. ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോയാൽ മതി. കട്ട് ചെയ്യുമ്പോൾ ഉണ്ടോ, അപ്പോൾ അത്യാവശ്യം സ്പീഡിലും കട്ട് ചെയ്യാൻ പറ്റും, അത്യാവശ്യം തിന്നായിട്ട് സാധനം കിട്ടുകയും ചെയ്യും. സോ ഒരു ചെറിയ ടിപ്പാണ്. ടച്ച് കുക്കിംഗ് ലെസൺസ് വിത്ത് അരുൺ. സോ ദാറ്റ്സ് ഡൺ. നമ്മൾ എല്ലാം അരിയാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുക്കിംഗ് ഫേസിലേക്ക് പതിയെ സ്റ്റാർട്ടാവും. സോ ഈ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടു കൊടുക്കട്ടെ. ഇത് കുറേ ഉണ്ടാക്കണ്ടല്ലോ. അതൊന്നും തോന്നുന്നു അമ്മ പറഞ്ഞതോ അത്യാവശ്യം ഇതായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. പക്ഷെ ചിലതൊക്കെ കുറച്ച് ഇതായി മൂത്തിട്ടോ എന്താ ബാക്കി ഇതായി ഇപ്പം സെറ്റാക്കി ഉണ്ടാക്കുന്നുണ്ട്. പറഞ്ഞോ പറഞ്ഞ എന്തൊക്കെയാ? ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് ഉപ്പ് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒരു മുറി നാരങ്ങയും പിഴിഞ്ഞ് എടുത്ത് അരമണിക്കൂർ വെച്ചു. ഇതിനകത്ത് ഇത് വെച്ചു ചിക്കൻ. അതിനുശേഷം വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നു. ഓക്കെ. അപ്പൊ കറിക്കകത്തിടാനുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഓൾറെഡി ഉണ്ടല്ലോ. അത്രയാണ് കറിയിലിടുന്നത്. ഇനി ബാക്കി ഉള്ളി വേപ്പില അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊടികളെല്ലാം ഇട്ട് പോരാത്ത പോലെ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ഇട്ടാകും. എരിവൊക്കെ നോക്കിയിട്ട്. ഓക്കെ, ഞാനൊന്നും നോക്കില്ല. അതെ, ഇവിടെ ഒരാൾ വെജിറ്റേറിയൻ ആണ്, എന്നിട്ടും ചിക്കൻ കറിയുടെ കിട്ടിലായിട്ട് ഉണ്ടാക്കും, ടേസ്റ്റ് വല്ലതും നോക്കാതെ. അതാണ് പ്രത്യേകത. ഇതാണ് കുക്കിംഗ് എക്സ്പെർട്ട്. അതെ, ഇതിങ്ങനെ ഇരിക്കും സാധനം. നമുക്ക് കിട്ടുമ്പോഴത്തേക്കും എല്ലാം മുരിഞ്ഞിങ്ങനെ ഇരിക്കും. എന്താ. അപ്പം ഇനി കറി ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്കും വരാം. ഓക്കെ.
സ്വന്തം മോന്റെ ലൈക്ക് ചെയ്യില്ല, എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ ലൈക്ക് ചെയ്യും. രണ്ട് മൂന്ന് എണ്ണം കണ്ടു ഇങ്ങനെ. ആ അത് കണ്ടു. വേണമെങ്കിൽ അയച്ചോട്. അതിനകത്ത് ഏത് മേലായിരുന്നു ആദ്യം കണ്ടു. എന്നിട്ട് സാധനം എങ്ങനെയുണ്ട്? അത് നീ ഏതാണ്ട് ഇതൊക്കെ അല്ലേ പറഞ്ഞത്? അത് മറ്റേ ഇത് ഇന്നത്തെ ഇന്നത്തെ കണ്ടില്ല. ഇന്നത്തെ എല്ലാ ദിവസവും അഞ്ചുമണിക്ക് ഇറങ്ങും. ഇത് സീരിയൽ പോലെയാണ്, എല്ലാ ദിവസം 5 മണിയാകുമ്പോൾ കറക്റ്റ് ഇറങ്ങും. അത് ഞാൻ ഇന്നലത്തെ മറ്റേ ഫുഡ് കഴിക്കാൻ പോയതല്ലേ? ഒരു ദിവസം എനിക്കാണ്. അതായത്തെ പിന്നെ കണ്ട് കഴിച്ചത്. കഴിഞ്ഞ 2 ദിവസം ഫുഡ് കഴിച്ചതാ. ഇന്നലത്തത് വെച്ചാൽ ഈ ക്യാമറയെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. ഇത് മേടിച്ചതും കാറിൽ പറഞ്ഞത്. കാറിലിരുന്ന് പറഞ്ഞത്. അതല്ല, ഇന്നലെ റൂമിൽ പറഞ്ഞ ഇന്നലത്തെ. അപ്പൊ എല്ലാം കാണാറുണ്ട്, അത് മതി. ഇല്ല, അതിങ്ങനെ 2-3 കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അക്കുവാണെ ഓക്കെ, സോ ചിക്കൻ ഫ്രൈ ഇസ് ഡൺ. ഇനി ഇത് ഞാൻ പറഞ്ഞ നേരത്തെ പാത്രം വെച്ചു. ഓക്കെ, ഒരാൾ തുടങ്ങി. ഇതെന്ന് വെച്ചാൽ ഒരു പകുതി അല്ലെങ്കിൽ 3/4 ഭാഗം മൂപ്പിച്ചിട്ടുള്ളൂ. ഇനി ഇതിനകത്തിട്ടാണ് ബാക്കി ചെയ്യാൻ പോണേ, അല്ലേ മാം? ഓക്കെ, സോ എക്സ്പെർട്ട് ഷെഫ് ബാക്ക് ഇൻ ദ കിച്ചൺ. ഓക്കെ, എന്തൊക്കെയാണ് എടുക്കണമെന്ന് നോക്കാം. ഒരു 10 കിലോ സവാളയുണ്ട്. ആ 10 കിലോ സവാളയും കറിഞ്ഞകത്ത് ഇടുന്നു തോന്നുന്നു. 5 എണ്ണം. ഒരിടയ്ക്ക് സവാളയുടെ വില വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ റിച്ച് സാധനങ്ങളാണ്. ഓക്കെ, ഹിയർ കംസ് ദി വെളിച്ചെണ്ണ. നൈസായിട്ട് പൊട്ടിത്തെറിച്ച് തുള്ളി ചാടുന്നുണ്ട് അതിനകത്ത്. കയ്യിലോട്ടൊന്നും ആക്കരുത്, ഞാൻ ആശുപത്രി കൊണ്ടുപോകാനും കൂടെ വയ്യ. ഇഞ്ചി പച്ചമുളകും. വാ തുറന്നു വെച്ച് കുഴപ്പമൊന്നുമില്ല, കേൾക്കൂല. എൻ്റെ അടുത്ത മൈക്കൊള്ളാം, അമ്മയുടെയിലല്ല. എന്തായാലും സ്വന്തമായിട്ട് കേറ്ററിംഗ് ബിസിനസ് ഒക്കെ ഉള്ളതല്ലേ? നമുക്ക് ഫുൾ വീഡിയോ ഇടാം എല്ലാം ഉണ്ടാക്കണ എങ്ങനെയാന്ന്. മറ്റേ സാമ്പാറും അവിയലും. ഇനിയിപ്പോ സാമ്പാറൊക്കെ എല്ലാ ദിവസം ഉണ്ടാക്കണല്ലേ, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇടാലോ. അതിൽ കാര്യമൊന്നുമില്ല, അതൊക്കെ ഇപ്പൊ പറയണതിനാ. സദ്യ ഇപ്പഴാ. കേപ്പിന് വിളിക്കാം, സാമ്പാറിന്റെ ഭ്രാന്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, വെളുത്തുള്ളി. നമ്മൾ കഴിക്കാത്ത ടേസ്റ്റ് ഉള്ളപ്പോഴാ അങ്ങനെ ചതയ്ക്കാതെ ഇടാം, ചതച്ചിട്ട് ഇടാം. ഇവിടെ ചതയ്ക്കാതെ ഇടുന്നത്. ഓ, അതാണ് ഭംഗിയാണ്. ഇപ്പൊ ടേസ്റ്റ് അല്ല, അമ്മ കഴിക്കുന്നില്ലല്ലോ, അപ്പൊ അമ്മ ടേസ്റ്റ് നോക്കണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് സവാള. ഒരു കെട്ടണക്കിന് സവാള ഇടുന്നുണ്ട്. പാകത്തിനുപ്പല്ലേ? എല്ലാരും ഈ പാകത്തിനുപ്പ് എന്ന് പറയും. പാകം എന്താന്ന് ആരും പറഞ്ഞു തരില്ല. അതൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ബാക്കിയെല്ലാം 1/2 കിലോ പച്ചമുളക്, 1/2 കിലോ ഇത്, 1/2 കിലോ അത് എന്നൊക്കെ പറയാം. ഉപ്പിന് മാത്രം മനസ്സിലായി. നമുക്ക് പാകത്തിന് തന്നെ ഉപ്പിട്ടോ അമ്മ. നമുക്കിനി സവാളയൊക്കെ ഒന്ന് വഴറ്റി. മറ്റേ ചിക്കൻ വറുത്തപ്പോ അപ്പൊ ഇതൊന്ന് മൂത്തൊന്ന് സെറ്റ് ആവുന്ന വരെ ഇത് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. അയ്യ, ആ സ്മെല്ലുണ്ടല്ലോ, മസാല ഒന്നും ഇടാതെ തന്നെ ഇപ്പം തന്നെ നല്ല സ്മെല്ല്. ആ വെളുത്തുള്ളിയും ആ സവാളയും ഒക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോഴുള്ള ഒരു ഇത്.
KP ഇപ്പൊ വിളിച്ചായിരുന്നു, ഞാൻ കുളിക്കുന്ന സമയത്താണ് വിളിച്ചത്, അപ്പൊ എടുക്കാൻ പറ്റിയില്ല. ഇനി വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും എന്താ ഇവിടെ നടന്നേന്ന്. അത് പറയും, അത് പിന്നെ സ്ഥിരമാണല്ലോ, അതിന്റെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ മൈൻഡ് ചെയ്യില്ല. എൻ്റെ ഭാഗത്ത് ഇത്രയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവുള്ളൂ, ബാക്കി ഞാൻ പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്തായിരിക്കും കോൺട്രിബ്യൂഷൻ. ഏത് ചിക്കൻ വേവിച്ചത് ആ അതിന്റെ ഗ്രേവിയാണ്. നമ്മള് സായിപ്പിന്റെ ഭാഷയിൽ അതിന് ചിക്കൻ സ്റ്റോക്കും അങ്ങനെയൊക്കെ പറയും, പക്ഷെ മലയാളത്തിൽ വേവിച്ച അതിന്റെ വെള്ളം അതാണ് മലയാളം. പച്ചവെള്ളമൊക്കെ ചേർക്കേണ്ടി വരും. ഏതിന്? ഈ സ്റ്റോക്ക് മാത്രം മതി, ഈ സാധനം മാത്രം മതി. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ആ മൈക്ക് വെക്കുന്നുണ്ടോ? എന്തായാലും സംസാരിക്കുന്നില്ല അമ്മ. മൈക്ക് ഇല്ലാത്തതുകൊണ്ട് ഇത്ര സംസാരിക്കണം, മൈക്ക് ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് പറയുന്നത്. അച്ഛാ അത് അടവ് കിട്ടി, അമ്മയ്ക്ക് മൈക്ക് കൊടുത്താൽ മതി. അമ്മ പിന്നെ അച്ഛനെ വഴക്കുറയില്ല, മൈക്ക് കൊടുത്താൽ മതി. കളറിന് വേണ്ടി ഇതിപ്പോ ചിക്കൻ മസാല അല്ലേ, മാറിപ്പോയില്ലേ? കുരുമുളക് പൊടി അത് മാതാക്കൾ പറയുന്ന പോലെ പാകത്തിന്. കശ്മീരി മുളക് പൊടി ഇടുന്നു. ഇപ്പൊ അതിന്റെ കളർ മാറി നോക്കി. ആയിവാ സെറ്റ്. കളിയിട്ട് പനം വന്ന് തുടങ്ങി. കുരുമുളകിൻ്റെ ആ കുത്തല് കറക്റ്റായിട്ട് വന്ന് തുടങ്ങി. ഓ ആ കളർ നോക്കി. ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ സാധനം മാത്രം വേണം കഴിക്കാം. ലൈറ്റായിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത്, മല്ലിയില സാധനം ഇടൂല ലാസ്റ്റ്. മല്ലിയിലും കൂടെ ഇടുമ്പോഴത്തേക്ക് ആ സ്മെല്ലങ്ങ് സെറ്റാവും. ഓർഡർ വേണമെങ്കിൽ നമുക്ക് നോക്കാം, ഇത് കഴിക്കാൻ താല്പര്യമുള്ളവർ ഓർഡർ കൊടുക്കാം. ഓർഡർ നമ്പറൊക്കെ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. ഇനി ചിക്കൻ കറി ആക്കായാലും നമുക്ക് വെജ് മാറ്റി. കേറ്ററിംഗ് ബിസിനസിന്റെ ഉടമസ്ഥയാണത്. അപ്പോൾ വെജ് ഫുഡ് കാര്യങ്ങളൊക്കെ ഇത്ര നാളായിട്ട് ചെയ്തേക്കുന്നത്, വേണമെങ്കിൽ ചിക്കൻ നോക്കാല്ലേ, നോക്കാം. ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ഉടയ്ക്കണല്ലേ. സോസ് ഒരു സുഖം ഉണ്ടാവില്ല, തക്കാളിക്കല്ലേ. അതെ നമുക്ക് കുഴപ്പമില്ലല്ലോ. സ്റ്റോക്ക് ഒഴിക്കുകയാണ്. ഇത് ഗ്രേവിക്ക് പകരമായിട്ട് അമ്മ യൂസ് ചെയ്യുന്നതാണ് ചിക്കൻ സ്റ്റോക്ക്. സോ വെള്ളം ഒഴിച്ചാൽ ഫ്ലേവർ ഡൈല്യൂട്ട് ആക്കാതെ ഇത് വെച്ച് ആ ഫ്ലേവറും കിട്ടും, എന്നാൽ സെറ്റുമാണ്. എല്ലാ മസാലയും ഇതിനകത്ത് ഓൾറെഡി ആഡഡ് ആണ്. അപ്പോൾ ഇത് നല്ല സെറ്റ്. ഓ എന്താ ആ കളറൊക്കെ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഗ്രേവി കിട്ടുമ്പോഴത്തേക്കുള്ള ആ ഒരു ടെക്സ്ചറും എല്ലാം പക്കയായിട്ട് ഇട്ടിട്ടുണ്ട്. മെയിൻ താരം ചിക്കൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒരൊറ്റ ഇൻഗ്രീഡിയൻ കൂടെ ബാക്കി, ഇനി മല്ലിയെല്ലാം കൂടെ ഇട്ടാ ചിക്കൻ കഴിഞ്ഞ്. പെട്ടെന്നായല്ലോ. 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുകയാണല്ലേ. നമുക്ക് ഇത് 5 മിനിറ്റ് വെറുതെ വെച്ച് ആ ഗ്രേവിയും എല്ലാം ഒന്ന് കുറുകി സെറ്റ് ആവുക. അത് കഴിയുമ്പോഴത്തേക്ക് സെറ്റ്. ഇങ്ങനെ അടച്ചു വയ്ക്കാം. അപ്പോൾ സാധനം കഴിഞ്ഞു. ഇനി ആ മല്ലിയെല്ലാം കൂടെ ഒരു പൊടിക്ക് അങ്ങോട്ട് ബാക്കി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ കറി കഴിഞ്ഞു. അത്രേ ഉള്ളൂ, സിമ്പിൾ സാധനം. പക്ഷെ ഇനിയിപ്പോൾ ഇത് വെന്ത് സെറ്റായി കഴിഞ്ഞിട്ട് വരാം. ഓക്കെ,
ചിക്കൻ കറി ചെറുതായിട്ട് റോസ്റ്റ് പോലെയായി. ബട്ട് കുറച്ചുകൂടെ ഗ്രേവി ആണെങ്കിൽ ആ സ്റ്റോക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ആഡ് ചെയ്യുക. ബട്ട് ഇതാണ് ഇവിടെ ഞങ്ങൾ ടിപ്പിക്കലി ഉണ്ടാക്കുന്ന ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റിൻ്റെ ഇത്. സോ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ.